വാർത്തയിലേക്ക് കടക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കാപ്പാട് തീരദേശത്തെ കടൽ ഭിത്തികൾ കടൽക്ഷോഭത്തിൽ തകരുന്നു. തീരദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഭിത്തികൾക്ക് നീളം വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരമാലകൾ ശക്തമാകുമ്പോൾ കാപ്പാട് മുതൽ മുനമ്പത്ത് വരെ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയോടെയാണ് വീടുകളിൽ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ച ഇടങ്ങളിൽ പ്രവൃത്തി നടത്തുമ്പോൾ ആവശ്യമായ പഠനം നടത്തിയില്ലെന്നും ചുരുങ്ങിയത് 20 മീറ്ററെങ്കിലും കടലിലേക്ക് ഇറക്കി കല്ലിടുന്ന സ്ഥിതി ഉണ്ടാകണമെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പറയുന്നു. കടലോരത്തുള്ള ഭിത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു 10-12 മീറ്റർ വീതിയിലിട്ടിട്ട് ഒരു തിരമാല വരുമ്പോഴത്തേക്ക് കടൽ അടിച്ചു പോകുന്ന രീതിയിലേക്ക് വലിച്ചു പോകുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക. അപ്പം അത്തരം മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരോട് ഈ അധികാരികളോട് പറയാനുള്ളത്, ഇത്തരം വർക്കുകളെല്ലാം കൊടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഒരു 20 മീറ്ററെങ്കിലും നിലനിർത്തിക്കൊണ്ട് വേണം ഈ കടൽ പുളിമുട്ട് നിർത്താൻ. 60 വർഷത്തോളമായി കടലോരത്ത് താമസിച്ചു വരുന്നവരാണ് ഇവിടെയുള്ളവരിൽ പലരും. എന്നാൽ കഴിഞ്ഞ 25 വർഷത്തോളമായി കടൽക്ഷോഭം രൂക്ഷമാണ്. അധികൃതർ ആവശ്യമായ പഠനങ്ങൾ നടത്താതെയാണ് പ്രവൃത്തികൾ നടത്തുന്നതെന്നാണ് ആരോപണം. താമസിക്കുന്ന വീടുകൾ പലതും സുരക്ഷിതമല്ല. ഇവയാകട്ടെ കടലെടുക്കുമെന്ന ഭീഷണിയിലുമാണ്. തിരമാലയുടെ ശക്തി വർദ്ധിച്ചതോടെ ഭയപ്പാടോടെയാണ് വീട്ടിൽ താമസിക്കുന്നത്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രം മുതൽ കൊയിലാണ്ടി ഹാർബർ പരിസരം വരെ തീരദേശ റോഡുകൾ കടൽഭിത്തി തകർന്ന് അപകട ഭീഷണിയിലുമാണ്. ന്യൂസ് 18 കാപ്പാട്.